അഖിൽ മാരാർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പൃഥ്വിരാജിനെ നിങ്ങളൊക്കെ കൊട്ടിഘോഷിച്ച് ആഘോഷിക്കാറുണ്ട്. പൃഥ്വിരാജ് മലയാള സിനിമയ്ക്ക് എന്തോ വലിയ സംഭാവന ചെയ്തെന്ന് പറഞ്ഞ് ആഘോഷിക്കാറുണ്ട്. എനിക്ക് അസൂയൊന്നുമില്ല കേട്ടാ, മറ്റുള്ളവർക്ക് അസൂയ തോന്നുമ്പോ എനിക്ക് അസൂയ ഉണ്ടാവും. ദുരന്തം പറച്ചിലൊക്കെ നിർത്തിന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഇതുവരെ ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരുവിന് വേണ്ടിയിട്ട് 5 പൈസ മുടക്കി ഒരു സിനിമ പോലും നിർമ്മിക്കാൻ താല്പര്യമില്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു നടൻ മാത്രമായിരുന്നു പൃഥ്വിരാജ് അവിടെ. ഇതുപോലുള്ളവന്മാരെ അടികൊടുത്ത് പറഞ്ഞു ഇറങ്ങിപ്പോടാ. അത് മാത്രമല്ല, അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളിലെ നായകൻ മോഹൻലാലാണ്. അയാൾ ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എന്തുകൊണ്ടൊരു പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല? നീയാണല്ലോ കോടതി ഓടാമയില് അതേസമയം വലിയ വായ്ത്താളങ്ങൾ അടിച്ച ഈ പൃഥ്വിരാജ് ഒരിക്കൽ പോലും മലയാള സിനിമയിലെ പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല എന്ന് മാത്രവുമല്ല, ഇപ്പുറത്ത് ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന കഴിവുള്ള തന്റെ സഹോദരന് വേണ്ടി പോലിട്ടും 10 പൈസ മുടക്കി അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനിയിൽ സിനിമ ചെയ്തില്ല. ഇയാൾക്ക് എന്താണ് വയ്യ? അഖിൽ മാരാർ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. വൈത്താളം നന്നായിട്ട് വിടുന്ന ഒരാളാണ്. അഖിൽ ഭയങ്കര ടോക്സിക് ആണ്. എനിക്ക് അപ്പോഴേ തോന്നി അവൻ ടോക്സിക് ആണെന്ന്. അപ്പൊ ഇവനൊരു പാൻ ഇന്ത്യൻ അലവലാതിയാണല്ലേ? ഇദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവില്ല. ഇതിൽ ബുദ്ധിമാനായിട്ടൊന്നും അഭിനയിക്കൊന്നും വേണ്ട, എനിക്ക് അത്രക്കൊന്നും ബുദ്ധിയില്ല. പറ്റിക്കുക, അതായത് കോടീശ്വരന്മാരായ പ്രൊഡ്യൂസർമാരെ ലക്ഷപ്രഭുക്കളാക്കി മാറ്റുക. അതാണ് അഖിൽ മാരാറെ പോലുള്ള ആളുകളെ കൊണ്ട് കിട്ടുന്ന ഗുണം മലയാള സിനിമയ്ക്ക്. അതായത് മണ്ടന്മാരായ പ്രൊഡ്യൂസറെ ചാക്കിട്ട് പിടിച്ച് പറ്റിച്ചിട്ട് രസിക്കുന്ന നിങ്ങളാണ് യഥാർത്ഥത്തിൽ മലയാള സിനിമ നശിപ്പിക്കുന്നത്. അഖിൽ മാരാർ, കോട്ടാത്തൽ അഖിൽ, നിങ്ങളെ പോലുള്ള ആളുകൾക്ക് രക്ഷ. മമ്മൂക്കയുടെ മൂഡ് താങ്ങുക, പ്രൊഡ്യൂസേഴ്സിന്റെ മൂഡ് താങ്ങുക, സീനിയർ ഡയറക്ടേഴ്സിന്റെ മൂഡ് താങ്ങി പൃഷ്ഠം താങ്ങി ഇങ്ങനെ പിടിച്ചു കൊണ്ടു നിൽക്കുക. കാരണം കഴിവില്ല. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. എന്നെ തേച്ചതാണല്ലേ? തൽക്കാലം ഇത്രയും മതി.